ഈ മതസ്വാതന്ത്ര്യം എന്നാൽ ചിലർ ധരിച്ചു വച്ചിരിക്കുന്നത് മറ്റുള്ളവരുടെ മത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൽ പങ്കുചേരുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോഴാണ് മതസൗഹാർദ്ദം ഉണ്ടാകുന്നത് എന്നാണ് ചിലർ ധരിച്ചിരിക്കുന്നത്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ മതം പരസ്പരം സൗഹാർദ്ദമാവൽ അല്ല, മറിച്ച് വിശ്വാസികൾ പരസ്പരം സ്നേഹത്തിലും സൗഹാർദ്ദത്തിലും ഐക്യത്തിലും കഴിയുക എന്നതാണ്. ഒരു മുസ്ലിം വിശ്വാസി ചർച്ചിൽ പോയി കുരിശ് വരയ്ക്കുകയോ കുർബാനയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ പോയി അവരുടെ ഉത്സവങ്ങളിലും ആചാരങ്ങളിലും പങ്കെടുക്കുമ്പോഴാണോ മതസൗഹാർദ്ദം ഉണ്ടാകുന്നത്? ഒരിക്കലുമല്ല. മറിച്ച് അവനവൻ്റെ വിശ്വാസം അരക്കിട്ടുറപ്പിച്ച് നിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളിലും കൈകടത്താതിരിക്കുക എന്നതാണ് യഥാർത്ഥ മതസൗഹാർദ്ദം. നോക്കൂ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ രാഷ്ട്രീയക്കാരനായിരുന്നു. പാർട്ടി രാഷ്ട്രീയമോ അധികാര രാഷ്ട്രീയമോ അല്ല, മറിച്ച് മനുഷ്യർക്കിടയിൽ അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പരസ്പരം സ്നേഹവും ഐക്യവും സൗഹാർദ്ദവും സമാധാനവും സമത്വവും കൊണ്ടുവന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാഷ്ട്രീയത്തിൽ നിന്നാണ് നാം രാഷ്ട്രീയം പഠിക്കേണ്ടത്.